ശ്രീകുറുമ്പക്കാവ് താലപ്പൊലി മഹോത്സവത്തിൽ ചെഗുവേരയുടെ കൊടികളാണ്. എന്തിനാണ് അവിടെ ചെഗുവേര എന്താ പണ്ട് വല്ല അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു? ഇവിടെ പറയുന്ന പല ക്ഷേത്രങ്ങളിലും RSSന്റെ ശാഖ കൊടികുത്തി നിന്ന് രാവിലെ RSSന്റെ ക്ലാസ് നടക്കുന്നത്, RSSന്റെ ശാഖ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ചേട്ടൻ പാടിയതിനെ സാധൂകരിക്കേണ്ടിയിരുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടല്ല. ആ പാടിയത് സാധൂകരിക്കേണ്ട ഒരു കാര്യവുമല്ല. പ്രജി, ഈ കരുനാഗപ്പള്ളിയിലാണോ കൊല്ലത്താണോ ആ കടക്കല് ദേവി ക്ഷേത്രത്തില് ഈ പറയുന്ന പോലെ ഒരു ഗസൽ ഗായകനുണ്ട്, പ്രശസ്തനായ ഒരു ഗസൽ ഗായകൻ. അയാളുടെ പേര് അലോഷി എന്നാണെന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് അയാളെ പാട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പാടിയിട്ടുള്ള വിപ്ലവ ഗാനങ്ങൾ. ഞാൻ എൻ്റെ യാത്രകളിലൊക്കെ മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകൾ കേൾക്കും. അപ്പൊ ഈ വിപ്ലവ ഗാനം അമ്പലത്തിൽ പാടിയത് ഒരു തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു ഗായകനാണ്, അയാളോട് പാടാൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ അമ്പല കമ്മിറ്റികളിലൊക്കെ തന്നെയും CPMന്റെ ആൾക്കാരാണ്, പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ. അവരെടുത്തിരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ അമ്പലത്തിൽ പോകുന്നതിനോ കുറി തൊടുന്നതിനോ ഇപ്പൊ പാർട്ടിക്ക് യാതൊരു ഇതുമില്ല. അപ്പൊ അവരൊരു പാട്ട് പാടാൻ പറഞ്ഞു. പാവം ഗായകൻ അയാൾ പാടി. അപ്പൊ അതിലൊരു വല്ലാത്ത അലോസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ അലോസരത്തിന്റെ കാരണം? കാര്യം ഞാൻ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അമ്പലപ്പറമ്പിൽ പാടിയതിനോടുള്ള യോജിപ്പോ ഇപ്പൊ ഞാൻ വെളിവാക്കുന്നില്ല. ദയവായി പറയുക എന്താണ്. ഞാനൊരു ചേട്ടൻ ദയവായി എന്നൊന്നും പറയണ്ട. ആ പറയുന്നതിലൊക്കെ എന്ത് കാര്യം? അല്ല, ഞാനത് പറയാൻ കാര്യം ഇതിനോട് എതിർപ്പ് താങ്കൾക്കുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായി ബോധ്യത്തോടെയാണ് ദയവായി പറയുക എന്ന് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്നു എന്നിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്പലങ്ങളെ അമ്പലങ്ങളായും മസ്ജിദുകളെ മസ്ജിദുകളായും പള്ളികളെ പള്ളികളായും വെക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ഒരു മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കാൻ ചെല്ലുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് പോയിട്ട് എന്തിനാണ്, അതായത് അത്രയും ആ ഒരു കോൺവെർസേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഒരു ഓറ എന്ന് പറയുന്നതും അത്തരത്തിലുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് AKG സെന്ററിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓറയല്ലേ. AKG സെന്ററിൽ ഇരുന്ന ഓറയല്ല, അത് ഓടയാണുള്ളത്. അവിടുത്തെ ഓറയുടെ കാര്യമൊന്നും പറയണ്ട. അവിടെ ബോംബെറിഞ്ഞിട്ട് പോയത് ഒരു കോൺഗ്രസ്സുകാരൻ ബോംബെറിഞ്ഞിട്ട് പോയി, ശരിയാവട്ടെ. നമ്മൾ ഈ നവീൻ ബാബുവിന്റെ മരണശേഷം അവിടെ ഉണ്ടാകുന്ന ഓറ അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ 8 കൊല്ലം കൊണ്ടുള്ള ഓറയെ കുറിച്ചൊന്നും പറയണ്ട, അത് നമുക്ക് വ്യക്തമായി. അപ്പൊ ആ ഒരു ഓറ എന്തായാലും അല്ല എന്നറിയാം. അപ്പോ ക്ഷേത്രങ്ങൾ, പള്ളികൾ, മസ്ജിദുകൾ, ഇനി മറ്റു വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആരാധനാലയങ്ങളെ ആരാധനാലയങ്ങളായിട്ട് മാത്രം മാറ്റി നിർത്തുക. അവിടെ പാർട്ടി നുഴഞ്ഞു കയറേണ്ട ആവശ്യമുണ്ടെന്ന്. ഇസം കളിക്കേണ്ട എന്താ ആവശ്യമുണ്ട്? നമ്മുടെ വീട്ടിൽ കയറി ഒരാൾ ഇസം കളിക്കാമെന്ന് നമ്മൾ സമ്മതിക്കൂ? ഒരിക്കലും. ആ കുടുംബത്തിന്റെ നാഥനായിക്കോട്ടെ ആരും സമ്മതിക്കില്ല. അപ്പോൾ ഇത് ഒരു വിഭാഗത്തിന്റെ, ഇപ്പൊ മസ്ജിദ് ആണെങ്കിൽ ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രാർത്ഥനാലയമാണ്. അപ്പോൾ അവിടെ അവരുടേതായ നിഷ്ഠകളും ആചാരങ്ങളും എല്ലാം ഉണ്ടാകും, വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാകും. പള്ളിയാവുമ്പോഴും അത്തരത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ക്ഷേത്രവും. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ക്ഷേത്രാരാധനയോ അതിന് ചുറ്റുമുള്ള പ്രവർത്തനങ്ങളെയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. അല്ല. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത്, അവിടെ എന്തിന് വിപ്ലവ ഗാനം ഉയരണം? അവിടെ പാടിയത് 100 പൂക്കളെ, പുഷ്പനെ അറിയാമോ, ലാൽ സലാം, ഇതൊക്കെയാണ് പാടിയത്. അപ്പോൾ ഇത് പാടുന്നത് ശരിയാണോ ചേട്ടാ? അല്ല, നടത്തിയത് CPM ആണ്. അതായത് CPMന്റെ വ്യാപാരി സംഘടന അന്നത്തെ പരിപാടികൾ സ്പോൺസർ ചെയ്തതാണ്. സ്പോൺസർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു വിപ്ലവ ഗാനം നടത്താനായിരുന്നുവെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അവരുടെ വീട്ടിൽ നടത്തണമായിരുന്നു. അത് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ആരാധനാലയത്തിന് ചുറ്റുമുള്ള അതിനോട് ചേർന്ന് വരുന്ന ഒരു അവിടെ ഉണ്ടായിരുന്ന കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവമായിരുന്നു. തിരുവാതിര മഹോത്സവത്തിനോട് അനുബന്ധിച്ചാണ് ഇതൊരു തോന്നിയവാസമാണ്. ഞാൻ അത്രേ പറയുള്ളൂ. അതിപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് എന്നെ സംഖ്യയാക്കുക, അങ്ങനെ ആക്കണമെങ്കിൽ ആക്കട്ടെ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ അവിടെ നടത്തിയതിൽ എന്താണ് പ്രശ്നം? അങ്ങനെ അവർ നടത്തുന്നുണ്ടെങ്കിൽ മസ്ജിദിലും ഇത്തരത്തിൽ ഉറൂസും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അവരവിടെ നടത്തട്ടെ. പള്ളി പെരുന്നാൾ വരുമ്പോൾ അവിടെ നടത്തട്ടെ. അത് പ്രീതിക്ക് അറിയാമല്ലോ. അതായത് ഭൂരിപക്ഷ സമുദായത്തിന്റെ മേലെ ഇത്തരത്തിൽ കിളപ്പുകൾ നടക്കുള്ളൂ.
ഭൂരിപക്ഷ സമുദായത്തിന്റെ മേലെ ഇത്തരത്തിലുള്ള കിളപ്പുകൾ നടക്കുള്ളൂ. ചേട്ടാ, അങ്ങനത്തെ കിളപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നടത്തണമെന്നേ. അപ്പോൾ അതിനെതിരെ വാർത്തകൾ വരുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോ ഇവിടെ മാത്രമല്ല, മണോളിക്കാവിൽ നമ്മൾ കണ്ടതാണ്. മണോളിക്കാവിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ലാൽസലാം പിടിച്ചു. പിന്നെ കതിരോട്, പുല്യോട്, ശ്രീകുറുമ്പക്കാവ് താലപ്പൊലി മഹോത്സവത്തിൽ ചെഗുവേരയുടെ കൊടികളാണ്. എന്തിനാണ് അവിടെ ചെഗുവേര എന്താ പണ്ട് വല്ല അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു? ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ഭരിക്കുന്നത് പിണറായിയാണ്. പിണറായി ആണെങ്കിൽ അവിടെ ഇരുന്നോണം. ഭരണത്തിരിക്കുന്നത് പിണറായിയുടെ അണികളാവുമ്പോൾ ഞാൻ പിണറായിയുടെ അണിയായിട്ട് ഞാൻ പറയുന്നതല്ല, അവരുടെ ജിഹുവായിട്ട് സംസാരിക്കുന്നതല്ല. എടോ, പിണറായിയാണ് ഇവിടെ ഭരിക്കുന്നത്. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കണ്ണൂർ മാണോളിക്കാവിലല്ല, അല്ലേ? മണോളിക്കാവിലെന്നല്ല, കൊല്ലം കടക്കൽ വരെ ഞങ്ങൾ ഇതൊക്കെ കാണിക്കും, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോടാ എന്ന് നെഞ്ചിൽ ഈ ഒരു തള്ള അഹങ്കാരവും കൊണ്ട് നിന്ന് ചോദിക്കുകയാണ്. അത് ചോദിക്കുന്നത് അവരല്ല, ഇവിടെ ഭരിക്കുന്നത് പിണറായിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ അതിൽ പറയാനുണ്ട്. ഇപ്പം ഞാൻ സംഘീവിരുദ്ധനോ അല്ലെങ്കിൽ മറ്റേ നെഞ്ചത്ത് ചേർത്ത് കിടക്കുന്നവനോ ഒന്നും ആയതുകൊണ്ടൊന്നുമല്ല. എനിക്കൊരു സംശയം, ശരി, വിപ്ലവഗാനം നിങ്ങൾ പാടണ്ട, അത് ഈ പറയുന്ന പാർട്ടിയുടെ എത്രയോ അമ്പലങ്ങളിൽ ഇപ്പോൾ ശാഖകൾ വന്നിട്ടുണ്ടല്ലോ. ആർ എസ് എസിനോടുള്ള വിരോധമൊന്നും എനിക്കില്ല. പക്ഷെ നിങ്ങൾ അമ്പലപ്പറമ്പിൽ, ഞാനിപ്പോൾ എറണാകുളത്ത് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടല്ലോ ഇവിടെ പറയുന്ന പല ക്ഷേത്രങ്ങളിലും ആർ എസ് എസിൻ്റെ ശാഖ കൊടികുത്തി നിന്ന് രാവിലെ ആർ എസ് എസിൻ്റെ ക്ലാസ് നടക്കുന്നത്, ആർ എസ് എസിൻ്റെ ശാഖ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതിനൊന്നും ഇവിടെ രാഷ്ട്രീയ സംഘടന, ആർ എസ് എസ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന അല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ആർ എസ് എസ് BJPക്ക് ഒത്തുനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം. അവർക്ക് അമ്പലപ്പറമ്പിൽ, അമ്പലത്തിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ആർ എസ് എസിന്റെ ഈ അവരുടെ കാര്യവാഹകരെ നിർത്തി ഡ്രില്ലൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് നടത്തിക്കോ. അല്ല, അതിലെന്തിനാണ് ഇത് പറയുമ്പോൾ അത് പറയേണ്ട ആവശ്യം എന്താണ്? അല്ല, എല്ലാം പറയണം. RSS ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയല്ല. മെയിന് നടിക്കാനല്ല, RSS രാഷ്ട്രീയ സംഘടനയല്ല. RSSന്റെ ഹെൽപ്പ് ഒരുപക്ഷെ BJPക്ക് ഉണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു. പിന്നെ അമ്പലത്തിൽ അതായത് ഒരു കൂടുതൽ ഹൈന്ദവ വിശ്വാസികളാണ്. RSSൽ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസിക്കും പ്രവർത്തിക്കാം. ആരും കൈയും കാലും കെട്ടിയിടൊന്നുമില്ല, ആരും ഭീഷണിപ്പെടുത്തില്ല. ഡ്രില്ലല്ലോ ചേട്ടാ, അത് ഡ്രില്ലെന്ന് പറയണേ എന്തിനാ? അല്ല, നിങ്ങളെ പരേഡ്, നിങ്ങളെ ക്ലാസ് കാര്യഭാഗം വന്നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പിന്നെ ഡ്രില്ലല്ലേ, പരേഡ് ചെയ്യണ? അല്ല, അത് പറയുന്നതിന് ഇത്രയ്ക്ക് ഒരു ആത്മരോഷം കൊള്ളേണ്ട കാര്യം എന്താ? ഒരു അമ്പലപ്പറമ്പിൽ അത് നടത്തണമെന്നുണ്ടെങ്കിൽ ഭാരവാഹികളുടെ അനുവാദത്തോടു കൂടിയായിരിക്കും ഒരു പക്ഷെ അവിടെ അത് പ്രവർത്തിക്കുന്നുണ്ടാവും. അല്ല, അവിടെ സ്പേസ് ഉണ്ട്, ഞങ്ങൾ ഇവിടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പാടിയതിനെ സാധൂകരിക്കേണ്ടിയിരുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടല്ല. ആ പാടിയത് സാധൂകരിക്കേണ്ട ഒരു കാര്യവുമല്ല. ഒരു അമ്പലപ്പറമ്പിൽ വന്നിട്ട് അമ്പലപരിപാടിയിൽ നടത്തേണ്ട കാര്യങ്ങളുണ്ട്. ആ അമ്പലപരിപാടിയിൽ നടത്തേണ്ട കാര്യങ്ങൾ നടത്തിയാൽ മതിയായിരുന്നു. ഞങ്ങൾ CPM-കാരാണ് ഇത്തവണ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അത് തോന്നിയവാസമാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതും. RSS എന്ന് പറയുന്ന സംഘടനയുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ഈ അമ്പല കമ്മിറ്റിയുടെ അനുവാദത്തോടെ ആയിരിക്കും. അത് കമ്മിറ്റി അനുവദിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? ഇത് നേരെ തിരിച്ചല്ലേ ചെയ്തിരിക്കുന്നത്. പാർട്ടി പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ഗാനങ്ങൾ, വിപ്ലവ ഗാനങ്ങൾ ഒരു അമ്പലപ്പറമ്പിൽ ചെയ്യേണ്ട ആവശ്യം എന്താണ്? കൊടിതോരണങ്ങൾക്ക് പകരം വെക്കേണ്ടത് ചെഗുവേരയുടെ കൊടിയാണോ, CPM-ന്റെ കൊടിയാണോ? ഒരു മസ്ജിദിൽ അതാണ് പറയുന്നത്, മറ്റു മതവിഭാഗങ്ങളുടെ കൂടി കൊണ്ടുപോയി ഇതുപോലെ കാണിക്കട്ടെ, എന്നിട്ട് നിന്നിട്ട് പറയണം ഞങ്ങൾ അവിടെയും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എല്ലായിടത്തും ഇത് തന്നെ ചെയ്യും എന്ന് പറയണം. ഇത് അതല്ലല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ അത്തരത്തിൽ പറയരുത്. ക്ഷേത്രങ്ങളിൽ ഗീതയും രാമായണവും നാമജപവും ഒന്നും പാടില്ല എന്നുള്ള ഒരു തരത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഈ മദ്രസകളിലെ പഠനം പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് നടപ്പിലാക്കാൻ പറ്റുമോ? മദ്രസ പഠനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. മദ്രസ പഠിച്ചവന്മാർ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്തും ഇതൊക്കെ ചെയ്യുകയാണെന്ന് കഴിഞ്ഞ ദിവസം അവരുടെ, എന്നിട്ട് അത് വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അത് വേണ്ടെന്ന് പറയാനോ അത് നിർത്തലാക്കാനോ ആർക്കും പറ്റുന്നില്ലല്ലോ.
എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? ചേട്ടാ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കേണ്ടത് ഈ അമ്പലങ്ങൾ ഇത്രയും നാളും CPM-ന് അന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോട് താല്പര്യമുണ്ട്. എപ്പം മുതലാണ് CPM-ന് അമ്പലത്തോടും ആ വിശ്വാസത്തോടും ആ കമ്മിറ്റിയിൽ ചേർന്ന് പ്രവർത്തിക്കാനും ഉത്സവം നടത്താനും ഒക്കെ തുടങ്ങിയത്? വോട്ട് കുറഞ്ഞതിന്റെ മാത്രമല്ല, ഇത്തരത്തിൽ ഈ മാതിരി തോന്നിയാസം അമ്പലപ്പറമ്പിൽ കാണിക്കുമ്പോഴുണ്ടാകുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകും. കലാപം മുഖ്യമന്ത്രിക്ക് രസമാണ്. കലാപം മുഖ്യമന്ത്രിക്ക് രസമാണെങ്കിൽ അത് തുറന്നു പറയണം. ഞങ്ങളുടെ ലക്ഷ്യം ഇതാണെന്നുള്ളത്. ഇതിപ്പോ എന്താണ് സംഭവിച്ചതെന്നുള്ള ഈ കഴിഞ്ഞ കുറെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ചയാണ്. ഈ വോട്ട് ചോർച്ച അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. കാരണം വലിയൊരു വിഭാഗം ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകളാണ് പോയിട്ടുള്ളത്. ഇത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ എന്താ പറയാ ഹൈന്ദവ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കാനും CPM-ന് കഴിയില്ല. അപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളെ CPM-ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണം. എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടാകണം. അതാ പറഞ്ഞ കൂത്തുപറമ്പ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഊഴമനക്കൽ മങ്ങാട്ടുപാറ 1000 വലി ക്ഷേത്രത്തിന് അവിടെ ഒരു ശിവലിംഗം തകർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിൽ ഇവർ പ്രവർത്തിച്ചു വന്ന പ്രവർത്തികൾ അത് ഇപ്പോൾ എല്ലായിടത്തേക്കും കേരളത്തിലെ എല്ലായിടത്തേക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് എൻ്റെ സ്റ്റാൻഡിൽ നിന്നും പെട്ടെന്ന് ഞാൻ മാറുന്നതൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ പെരിയ കൊലക്കേസിൻ്റെ മൂലകാരണം ഇത്തരത്തിലൊരു വിഷയമാണ്. പെരിയ കൊലക്കേസിൽ ഇതുപോലെ ക്ഷേത്രത്തിലുണ്ടായ ഒരു ചെറിയ തർക്കമാണ് ആ പെരിയ കൊലക്കേസിൽ 2 കൃപേഷിനെയും ശരത്ലാലിൻ്റെയും പദത്തിലേക്ക് പോയത്. കാസർഗോഡ് പെരിയയിലുണ്ടായ സംഭവം ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ അങ്ങനെയുള്ളപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയാണെന്ന് ചേട്ടൻ അറിയാമല്ലോ. ഈ ആറ്റുകാൽ പൊങ്കാലയിൽ സ്ഥിരമായിട്ട് എല്ലാ വർഷവും അവിടെ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളുണ്ട്. അയാളെ വന്ന് പാർട്ടിക്കാരൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ കണ്ടു. ശബരിമലയിൽ സന്നദ്ധ സംഘടനകൾ സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകൾ നടത്തിക്കൊണ്ടിരുന്ന ഭക്ഷ്യദാനം, കുടിവെള്ള വിതരണം ഇതെല്ലാം നിർത്തിച്ചു കളഞ്ഞു ഒരു ഘട്ടത്തിൽ അല്ലേ? ഇത്തവണ മാത്രമാണ് ഒരു അത്യാവശ്യം സ്മൂത്തായിട്ട് കാര്യങ്ങൾ അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ഈ എന്താ പറയാ ആറ്റുകാൽ പൊങ്കാലക്കെത്തിയ ഭക്തർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു നല്ല മനസ്സോടുകൂടി ഭക്തർക്ക് ഇത്തിരി വെള്ളം കൊടുക്കുന്നു, ഒരു ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെന്തിനു വന്ന് ഇത് തടയണം? ഭക്തിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരുടെയും കുത്തകയൊന്നുമല്ല, അതിൽ വന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇപ്പോൾ വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരാം. വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ വോട്ട് ചോർച്ച ഇവർക്ക് തടയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തു നിൽക്കുന്ന എല്ലാ വിഭാഗം ഹിന്ദുക്കളും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകണം, തമ്മിൽ അടി ഉണ്ടാകുമ്പോൾ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള മൗദൂദി ചാനലുകൾ ഉൾപ്പെടെ അടപ്പ് കൂട്ടിയിരുന്ന ചർച്ചയ്ക്കിരിക്കും. വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകും. ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ ഹൈന്ദവ വിഭാഗത്തെ ഒന്നടങ്കം പൊളിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഉത്സവ സീസണുകളാണെന്നേ. ഈ ഉത്സവ സീസണുകളിൽ പോയിട്ട് ഇത്രയും നാളില്ലാത്ത തരത്തിൽ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും CPM എന്തിന് ഇത്രത്തോളം ആധിപത്യം കാണിക്കാൻ നിൽക്കണം? വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറയാൻ പറയും. അതിപ്പോ ഹിന്ദുക്കൾ പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് ഇവർ നേരെ തിരിച്ചു പറയുന്നത്. ശരി, എന്തായാലും അലോഷ്യസിന്റെ പാട്ട് ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ്. അലോഷ്യസിന്റെ പാട്ടിനോടൊക്കെ എനിക്കും ഇഷ്ടമാണ്. ഞാനും വിപ്ലവ ഗാനങ്ങളൊക്കെ എടുത്ത് കേൾക്കുന്ന ഒരാളാണ്. പുഷ്പനെ അറിയാമോ? മിക്കവാറും ഞാൻ കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹിച്ചു, അദ്ദേഹത്തെ കാണാൻ കഴിയാതെ പോയ ഒരാളാണ് ഞാൻ. പറഞ്ഞതിൽ ആ രാഷ്ട്രീയം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നഷ്ടപ്പെട്ട വോട്ട് അത് തിരികെ കിട്ടുന്നതിന് വേണ്ടി ഒരു സ്പ്ലിറ്റ്, ഒരു വിപ്ലവം ഉണ്ടാക്കാനുള്ള ഒരു നെറികെട്ട പദ്ധതിയുടെ ഭാഗമായിട്ട്. കാര്യം ഇപ്പോൾ പല അമ്പലങ്ങളിലെയും പ്രസിഡന്റും സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഇവരുടെ പാർട്ടിയുടെ ആൾക്കാരാണ്. അത് പാർട്ടി തന്നെ അത്തരത്തിലൊരു തീരുമാനം. കാര്യം അമ്പല കമ്മിറ്റിക്കകത്തും ക്ഷേത്ര കമ്മിറ്റിക്കകത്തും ഉപദേശക കമ്മിറ്റിക്കകത്തും ഒക്കെ നമ്മുടെ ആൾക്കാർ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായി അവരിലൂടെ നമ്മൾ ഹിന്ദു വോട്ടുകൾ തിരിച്ചു
കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു നിഗൂഢ പദ്ധതിയുടെ ഭാഗമാണ്. എന്തായാലും തലയ്ക്ക് വെളിവും ബോധവും ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല ഇതിനകത്തുള്ളത്. തലയ്ക്ക് വെളിവും ബോധവും ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഓറ, ഈ ഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തി നിറഞ്ഞ ആ ഒരു ഓറ നിൽക്കുന്ന സ്ഥലത്ത് നിൻ്റെയൊക്കെ വിപ്ലവം വേണ്ട എന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ലേ. ആ ഒരു ധൈര്യം ഉള്ളവർക്ക് അങ്ങനെയുള്ളൊരു മനസ്സും ഉണ്ടെന്ന് ഇവർ കാലക്രമേണ മനസ്സിലാക്കും. വോട്ട് കിട്ടാൻ സമയമാകുമ്പോഴത്തേക്ക് വന്ന് അച്ഛാ മാമ പോറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതിലല്ല. ഏതായാലും ഈ പറയുന്ന വിഷയത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും ഞാനിതിൽ വ്യക്തമാക്കുന്നില്ല. ഏതായാലും പാട്ട് ഇഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നന്ദി.